തെരഞ്ഞെടുപ്പ് ദിവസം തന്നെ ഇ.പി.യെ പരസ്യമായി തള്ളിപ്പറഞ്ഞത് പിണറായി വിജയനായിരുന്നു. പിണറായി വിജയൻ രംഗത്ത് വന്ന് അത്തരത്തിൽ തള്ളിപ്പറഞ്ഞതും ചർച്ചയായിരുന്നു. കടുത്ത അമർഷമാണ് മുഖ്യമന്ത്രി അന്ന് പ്രകടിപ്പിച്ചത്. നമുക്കറിയാം. ഇ.പി. ജയരാജൻ്റെ പ്രകൃതം എല്ലാവർക്കും അറിയാലോ. ഈ എല്ലാവരുമായും നല്ല സുഹൃത്ബന്ധം വെക്കുന്ന ഒരാളാണ് ജയരാജൻ. പക്ഷേ സാധാരണ നമ്മുടെ നാട്ടിലൊരു പഴഞ്ചൊല്ലുണ്ടല്ലോ, പാപിയുടെ കൂടെ ശിവൻ കൂടിയാൽ ശിവനും പാപിയായിടുന്നു. ഈ കൂട്ടുകെട്ടിൽ എപ്പോഴും ശ്രദ്ധിക്കണം. നമ്മുടെ നാട്ടിൽ ഉറക്കപ്പായെന്ന് എഴുന്നേൽക്കുമ്പം തന്നെ ഇന്ന് ആരെയാണ് വഞ്ചിക്കേണ്ടത് എന്ന് ആലോചിച്ചുകൊണ്ട് ആ ഉറക്ക് തെളിയുന്ന ആളുകളുണ്ട്. അത്തരം ആളുകളുമായി കൂട്ടുകെട്ട് അല്ലെങ്കിൽ ലോഹ്യം അല്ലെങ്കിൽ അതിർകവിഞ്ഞ സ്നേഹബന്ധം അതൊക്കെ സാധാരണഗതിയിൽ ഉപേക്ഷിക്കേണ്ടതാണ്. പക്ഷേ അന്ന് ഇ.പി. ജയരാജൻ ഈ കൂടിക്കാഴ്ചയ്ക്ക് നടത്തിയ പ്രതികരണവും നമുക്കറിയാം. ഓർമ്മയുണ്ടെങ്കിൽ കണ്ടോളൂ. ഇതാണ് അന്ന് ഇ.പി. പറഞ്ഞത്. ഞാൻ എവിടെയാണ് ഉള്ളതെന്ന് ഒരാൾ മകനോട് ചോദിച്ചു. അച്ഛൻ എവിടെയുണ്ട്? ഫ്ലാറ്റിൽ നിന്ന് മകൻ്റെ ജന്മദിനാണ്, പിന്നെ ഇവിടെ ഉണ്ടെന്ന്. ഒരു 10 മിനിറ്റ് കാണുമ്പോൾ കാണാം രണ്ടാളിങ്ങനെ കയറിയില്ല. അപ്പം കണ്ടപ്പോൾ തന്നെ ഇത് എനിക്ക് തോന്നി ജാവദേക്കർ അല്ലേ. അപ്പോൾ എനിക്ക് തന്നെ അത്ഭുതമായി. അപ്പോൾ ഒരു വീട്ടിലൊരാൾ വന്നപ്പോൾ ഇറങ്ങിപ്പോകുമെന്ന് പറയാൻ പറ്റില്ലല്ലോ. ഞാൻ വളരെ സന്തോഷപൂർവ്വം നമസ്കാരം പറഞ്ഞു. എന്താ വന്നു വെച്ചാൽ ഞങ്ങൾ ഇതിലേ കൂടി പോവുകയായിരുന്നു. അപ്പോൾ നിങ്ങളിവിടെ ഉണ്ടെന്ന് പറഞ്ഞു, ഒന്ന് കാണാം. ഇതാണ് ഞാനുമായി അദ്ദേഹവുമായി സംസാരിച്ചിട്ടുള്ള കാര്യം. അദ്ദേഹം രാഷ്ട്രീയ കാര്യങ്ങൾ സംസാരിക്കാൻ ഞാൻ പറഞ്ഞു, അത് ഞാനുമായിട്ട് വേണ്ട, നിങ്ങൾ രാഷ്ട്രീയ കാര്യങ്ങൾ ഞാൻ ഇപ്പോൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു എനിക്കൊരു മീറ്റിംഗ് ഉണ്ട്, ഞാൻ ഇറങ്ങുകയാണ്, നിങ്ങളൊരു കാര്യം ഇവിടെ ഇരുന്ന് ചായയൊക്കെ കഴിച്ചിട്ട് പോയാൽ. അപ്പോൾ അല്ല, ഞങ്ങൾ ഇറങ്ങുകയാണ്. നിന്ന സ്ഥലത്തുനിന്ന് വർത്താനം പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങി. തിരുവനന്തപുരത്ത് ആക്കുളത്തുള്ള മകൻ്റെ ഫ്ലാറ്റിലാണ്. ഇതൊന്നും എൻ്റെ അടുത്ത് ആരെല്ലാം വരുന്നുണ്ട്? കോൺഗ്രസിൻ്റെ ഉന്നതരായ നേതാക്കൾ വരുന്നില്ലേ? BJPയുടെ നേതാക്കൾ വരുന്നില്ലേ? ഇവർ മാത്രമാണോ?